Just number one on the stage. അയ്യോ പിടുത്തം വിട്ടല്ലേ കുറച്ചു. ഓ എന്താ ജഫ്മുട്ടായിരിക്കല്ലേ? ഇസ്ലാമിക കലാരൂപം തന്നെ. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. നല്ല പാട്ടൊക്കെയാണ്, ഒളിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ കളിക്കുന്നതൊക്കെ ചെറിയ മക്കളാണ്. അവരുടെ പ്രായത്തിൻ്റെ ചാപല്യവും അവരുടെ പക്വതക്കുറവും അറിവില്ലായ്മയൊക്കെ ഒത്തുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നടത്തിപ്പുകാരായ സംഘാടകരായ ആളുകൾ മഹല്ല് കമ്മിറ്റിക്കാരറിയുമല്ലോ, അവർക്കൊക്കെ ഒരു ബോധം വേണമല്ലോ. എന്താണ് ഈ ദഫ് മുട്ട് എന്നുള്ളവർ ചിന്തിക്കണ്ടേ? കയ്യിലൊരു ദഫും പ്രവാചക പ്രകീർത്തനവും ഉണ്ട് എങ്കിൽ എന്ത് കാണിച്ചാലും അതൊക്കെ ദഫ് മുട്ടാവുമോ? ഇതൊന്നാന്തരം സിനിമാറ്റിക് ഡാൻസാണ്. ഇവിടെ ദഫിന് പ്രസക്തിയുള്ളത്. ദഫ് മുട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർ മൂടും മുന്നിട്ട് കുലുക്കുകയാണ്. ഇവിടെ ദഫ് എവിടെ അടിക്കുന്നത്? ഇത് ഒന്നാന്തരം സിനിമാറ്റിക് ഡാൻസ് അല്ലേ? അല്ല എന്താണ് ഇതിനകത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ പേരിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനത്തിൻ്റെ അകമ്പടിയിൽ എന്ത് കിടന്ന് കാണിച്ചാലും എന്ത് കിടന്ന് പൊളഞ്ഞാലും അതൊക്കെ ദഫും അതൊക്കെ റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കുന്നതിൻ്റെ ഭാഗമാകുമോ? ഇതിനൊക്കെ ഒരു അനുകരണീയമായ മാതൃകയില്ലേ? ഇപ്പം നിങ്ങൾക്ക് അറിവില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോയ കാപ്പാൻ്റെ നമ്പർ തരാം. മഹല്ല് കമ്മിറ്റിക്കാർ ആരാണെന്ന് വെച്ചാൽ അവർ മെസ്സേജ് അയക്കുക. നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുക എന്താണ് ഈ ദഫിൻ്റെ മാതൃക എന്നുള്ളത്. നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ എല്ലാ വർഷവും ഈ ദഫ് മുട്ട് മത്സരം ഉണ്ടാവും, ജഡ്ജിസന്മാരുണ്ടാവും. എന്തിനാണ് ഈ ജഡ്ജിസന്മാരെ വെക്കേണ്ടി വരുന്നത്? ഇതിനൊരു കൃത്യമായ മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ ലംഘിക്കാതിരിക്കാനും ഇതിൽ ഏറ്റവും ഭംഗിയായി അത് ആരാണോ അനുവർത്തിക്കുന്നത് അവർക്ക് സമ്മാനം കൊടുക്കാനും വേണ്ടിയാണ്. അല്ല തോന്നിയ പോലുള്ള കളിയല്ല. ഓരോ വർഷവും ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പിടുത്തമിടുകയാണ്. എന്താണ് ഇവർ കാണിക്കുന്നത് പോലും മനസ്സിലാകുന്നില്ല. അവിടെ ഇരിക്കുന്ന മതപണ്ഡിതന്മാർ ഒരു അർത്ഥത്തിൽ പറഞ്ഞ അസ്വസ്ഥരാകുകയാണ്. ഉസ്താദന്മാർ പോലും അസ്വസ്ഥരാകുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ദഫ് മുട്ട് പഠിപ്പിക്കുന്നത് ദഫ് മുട്ടിൽ പരിചയിച്ച ആളുകളൊന്നുമല്ല, മറിച്ച് ഈ ഡാൻസ് മാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ദഫിന് പ്രസക്തി ഇല്ലല്ലോ. കുട്ടിയുടെ ശരീരം കുലുങ്ങുകയും അവർ നൃത്തം വെക്കുന്നതിനാണ് പ്രസക്തി. എന്തൊരു ആഭാസത്തോടെ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഇതൊക്കെ കാണിക്കുക. ഞാൻ ഈ വിഷയം എടുത്തു പറയേണ്ടി വന്ന് ഓരോ വർഷം കഴിയും തോറും പിടുത്തം വിടുകയാണ്. ദഫ് മുട്ട് എന്ന പേരിൽ ഇതിൻ്റെ പിടുത്തം വിട്ടിട്ട് എന്തെല്ലാം കാട്ടുക, തലകുത്തി മറിയുക, ചാടുക, ഓടുക. നമുക്കൊരു സംസ്കാരമില്ലേ? നമുക്കൊരു സഭ്യതയില്ലേ? ഒരു മര്യാദയില്ലേ? ഒന്നുമല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ അതോടൊപ്പം കുട്ടികളൊക്കെ ദഫ് മുട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ മാതൃകയിൽ നമ്മൾ അതിനെ അനുവർത്തിച്ചു കൊണ്ടാണല്ലോ പിന്നീട് നമ്മൾ ഈ ദഫ് മുട്ട് എന്ന കലാരൂപം സമൂഹത്തിൽ വ്യാപകമായി വരുന്നത്. അപ്പം അതിനൊരു മര്യാദയും അതവും ഒക്കെ പഠിപ്പിച്ചൊരു നേതാവിൻ്റെ അനുയായികളാകുമ്പോൾ ആ മര്യാദ നമ്മളിലും കാണണം. നമ്മൾ ഈ തുള്ളലിൻ്റെയും ചാടലിൻ്റെ ആളുകളൊന്നുമല്ല. നമുക്കെല്ലാത്തിലും ഒരു കൃത്യമായ മാർഗരേഖ, അനക്കവും അടക്കത്തിലും ചിട്ടയിലും ഒക്കെ കൃത്യമായ മാർഗരേഖ ഉള്ള ഒരു ജീവിത ശൈലി പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ നമ്മളിൽ നിന്ന് ആ മര്യാദയൊക്കെ നമ്മൾ പാലിക്കണ്ടേ? സത്യത്തിൽ ഇതൊക്കെ എടുത്ത് ക്ലിപ്പാക്കി വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുകയാണ്. എന്നാൽ ഇവിടെ മാതൃകാപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ എല്ലാ സമൂഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ആ നൽകുന്ന സന്ദേശം, ആ മാനവികതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പ്രഭാഷണങ്ങൾ, ഒരു സ്ഥലത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നു, മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങൾ, മൗലിദ്, ബുർദ മജ്ലിസുകൾ നടക്കുന്നു. കൊച്ചു കുട്ടികളുടെ രസകരമായ കുഞ്ഞിളം നാവിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട്, കഥകൾ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നു. ആ കൂട്ടത്തിൽ ഈ പരിപാടികളുടെയൊക്കെ ഒളി മങ്ങാൻ വേണ്ടി ഇമാതിരിയുള്ള കൂത്താട്ടവും ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിയും കൃത്യമായി ജാഗ്രത പാലിക്കുകയും ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ ദഫ് മുട്ട് വേണം. ഉമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. മക്കൾ എല്ലാ വർഷവും ദഫ് മുട്ടുന്നതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദഫ് മുട്ടിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അർദ്ധരാത്രിയാകുമ്പോഴും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ദഫ് മുട്ട് കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കും, എല്ലാ രക്ഷകർത്താക്കളും. അപ്പോൾ അവരുടെ മുമ്പിൽ കുട്ടികൾ അതബോടുകൂടി
നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആ മര്യാദയോടുകൂടി നമ്മളിങ്ങനെ കളിക്കുക. അല്ലാതെ ഈ ആഭാസത്തരത്തിലേക്ക് നമ്മൾ പോകരുത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാളെ റാലി നടക്കാൻ പോകണം. ഈ റാലിയിലും ഇരുകരകളിലും സ്ത്രീകൾ ഇങ്ങനെ തടിച്ചുകൂടും. അപ്പോൾ അവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി കുറേ ചെറുപ്പക്കാർ, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, കുറേ ചെറുപ്പക്കാർ ഇതേ ഡാൻസ് കാണിക്കുന്നുണ്ട്. എന്തെല്ലാം കാണിക്കുന്നു. മറ്റേ ഞങ്ങളുടെ ഇവിടെ ഈ ആലപ്പുഴ വളഞ്ഞൊഴി ഭാഗത്ത് ഫയർ ഡാൻസ് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പെട്രോൾ അതിങ്ങനെ വായിലാക്കിയിട്ട് ഇങ്ങനെ തുപ്പുക. ഇതൊക്കെ ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൻ്റെ പേരിലാണല്ലോ. ഡാൻസ്, DJ. ഈ ഡി ജെയുടെയൊക്കെ പിന്നിലുള്ള മനഃശാസ്ത്രം മറ്റൊന്നുമല്ല. എല്ലാ സമൂഹങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ തുള്ളാനും അവർക്ക് ആളുടെ മുമ്പിൽ ഷോ കാണിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. മുസ്ലിം സമൂഹത്തിന് അതില്ലാത്ത. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലേബിളിലായിക്കോട്ടെ, ആ പേരിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ ചെറുപ്പക്കാർ തുള്ളുന്നത്. എൻ്റെ പൊന്നുമക്കളെ, ഏറ്റവും വലിയ മര്യാദ പഠിപ്പിച്ചൊരു നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഒരു മര്യാദ നമ്മളിൽ നിന്നുണ്ടാകണം, നമ്മിൽ നിന്ന് ആവിർഭവിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നാളെ റാലിയിലൊക്കെ ഈ അദബും മര്യാദയൊക്കെ പാലിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. പടച്ചവൻ അള്ളാഹുവിൻ്റെ ഹബീബിനെ അങ്ങേയറ്റം പിരിശം വെച്ചവരിൽ നമ്മളെയൊക്കെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.